പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. തൈറോയിഡിന്റെ സർജറി ആയിരുന്നു 18-ാം തീയതി മാർച്ച് 18-ന്. അപ്പൊ കൊണ്ടുവന്നത് ഒരു അറ്റൻഡർ ആയിരുന്നു, ശശീന്ദ്രൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. എന്താ ഉറക്കം വരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. അതെ അതെ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ 3 പേരും കൂടി എന്നെ ICUലേക്ക് കൊണ്ടുവന്നു. പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? ICUല് ഡോറിന്റെ അടുത്തെത്തിയപ്പോ അവരോട് പറഞ്ഞു, ഇനി അകത്തേക്ക് പ്രവേശിക്കരുത്, ഞാൻ ഒറ്റക്ക് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവസാനം എന്താക്കി? തൈറോയിഡിന് ഇവിടെ ഒരു ട്യൂബ് ഉണ്ടാവും കഴുത്തില്. ആ ട്യൂബ് അതൊക്കെ ഫിറ്റ് ചെയ്തു. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? അപ്പൊ അതിങ്ങനെ ഡ്രസ്സിന്റെ മുകളിൽ കൂടി അയാള് കൈ പരതി. ഞങ്ങളെ കണ്ടറിഞ്ഞൂടെ? നീ പോടാ കാറുകളാ. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. ICUവിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്ന ശശീന്ദ്രനാണ് ഈ നിങ്ങളെ ശരീരം സ്പർശിച്ചത്. ശരിക്കും അയാൾ പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കുന്നേ? അങ്ങനെ പിന്നെ അയാള് ബ്ലൗസിന്റെ ഉള്ളിൽ കൂടെ കൈ കടത്തി. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പാതിനെ. തുണിയാണ് ഇട്ടത്. തുണിയുടെ മുകളിലൂടെ അല്ലാതെ ഉൾവശത്തൂടെ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടിവെച്ച് കൊല്ലണം. പറയുന്നു കൈയും കാലം ഒന്ന് ചലിപ്പിക്കാനോ സംസാരിക്കാനോ കഴിയില്ലായിരുന്നു. പ്രതികരിക്കാൻ കഴിയില്ല. ഒന്നിനും പ്രതികരിക്കാൻ കഴിയുന്നു. കോടതിക്ക് 100 കണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാണത്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമാണ്. ആ അവസ്ഥയിൽ പിന്നെ അയാള് ബ്ലൗസിന്റെ ഉള്ളിലൂടെ കൈയിട്ടു. എത്ര സമയം നീണ്ടു നിന്നു ഏകദേശം നിങ്ങളുടെ കാഴ്ചപ്പാടില്? ഒരു 2-3 മിനിറ്റ്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. പിന്നെ അയാളെ കൈ താഴോട്ട് പോയി. പിന്നെ എന്റെ പറയാൻ അവിടെയൊക്കെ കൈ സ്പർശിച്ചു. അതൊക്കെ ഏകദേശം എത്ര സമയം നീണ്ടു നിന്നു? ഒരു 4-5 മിനിറ്റ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.